മൊത്തം പണവും നിന്റേത്. പിന്നെ നിന്റെ കാസിനോട് ഞാൻ കാലുകുത്തില്ല. പക്ഷെ ഞാൻ വിജയിച്ചാൽ 3 വർഷം നീ എന്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും. പിന്നെ എന്നെ നന്നായി സന്തോഷിപ്പിക്കേണ്ടിയും വരും. ആന്റണി, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണ്. ആന്റണി ഇനിയും ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചൂത് കളിക്കുകയാണോ? നിനക്ക് ഇതുപോലും അറിയില്ലേ? ആര് ജയിച്ചാലും അവനെല്ലാം സ്വന്തമാക്കും. അത് പൈസ ആയാലും പെണ്ണായാലും. ദാറ്റ്സ് ദ റൂൾ. അതാണ് ഗാംബ്ലിങ്ങിന്റെ റൂള്. പിന്നെ അടുത്ത തവണ എന്നോട് ഒച്ചയിൽ സംസാരിക്കരുത്. 1 മിനിറ്റ്. എന്തിനാ നീ പോകുന്നത് പിടിച്ചു നിർത്തുന്നേ? എന്താ ചെയ്യുന്നേ? അല്ല, നീ ആരാ? ഇതുവരെയും നീ കളി ജയിച്ചിട്ടില്ല ആന്റണി. ഡാർലിംഗ്, ഇവൻ നിന്റെ ആളാണോ? മാഡം തോറ്റപ്പോ നിനക്ക് ഭ്രാന്ത് പിടിച്ചു അല്ലേ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിനക്കെന്താ, മരിക്കണോ? ഞാൻ കരുതി നീ ശരിക്കും ഒരാണാണെന്ന്. അപ്പൊ പറഞ്ഞ വാക്ക് മാറ്റി പറയരുത്. വാട്ട് യു മീൻ? കാസിനോ പ്രൈഡിനെ അടച്ചുപൂട്ടാൻ നീ ഞാൻ വെച്ചിരിക്കുന്ന 15,000 രൂപയും കളിച്ച് ജയിക്കണം. ഇത് നിന്റെ അച്ഛന്റെ കാശാണോടാ? ഈ ക്യാഷ് കാസിനോ പ്രൈഡിന്റെയാണ്. ഞാൻ എടുത്തു വെച്ചതാ. എങ്കിൽ പിന്നെ അത് ബാഡ് ലക്ക് തന്നെയാണ്. എന്താന്ന് ചോദിക്ക്. കാരണം ഇന്നത്തെ ഗെയിമിലെ മിനിമം എമൗണ്ട് 20,000 ആണ്. ഒരു 5,000 ഉണ്ടെങ്കിൽ എടുത്ത് വെക്ക്. ഇത് വെറും 15,000 ഉള്ളൂ. നീ എങ്ങനെ കളിക്കും? എനിക്ക് കളിക്കാൻ പറ്റുമെങ്കിലോ? ആണോ? എങ്ങനെ കളിക്കും? ഞാൻ എന്റെ ഇടത് കൈ നിനക്ക് ബെറ്റായിട്ട് വെച്ചു തരാം. എങ്ങനെ കളിക്കും? ഞാൻ എന്റെ ഇടത് കൈ നിനക്ക് ബെറ്റായിട്ട് വെച്ചു തരാം. നീ നിന്റെ കൈ വെച്ച് കളിക്കാൻ പോവാണോ? പീറ്റർ, നിനക്ക് എന്താ ഭ്രാന്താണോ? എനിക്കൊരു പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമില്ല. എടാ, വിരൽ വെച്ച് കളിക്കുന്നിടത്ത് നീ കൈ വെച്ച് കളിക്കാൻ ഇറങ്ങിയേക്കാണോ? പക്ഷെ നിന്റെ ഇടത് കൈ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിലാണെങ്കിൽ 2 കൈയുണ്ട്. കഴിക്കാനാണെങ്കിലും ഉണ്ട്. പിന്നെ നീ എനിക്ക് പ്രയോജനമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. നീ നിന്റെ ജീവൻ വെച്ച് കളിക്കോ? പറ 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 വേഗം പറ. തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. പീറ്റർ, ഇത് തമാശ കളിക്കാനുള്ള സമയമല്ല. നീ ഇവിടുന്ന് പോ. വിഷമം തോന്നുന്നുണ്ടല്ലേ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്നാൽ ഇവന്റെ ജീവൻ രക്ഷിക്കണമെങ്കിലേ എന്റെ പഴയ പ്രപ്പോസല് ഇപ്പോഴും ഓപ്പൺ ആണ്. 3 വർഷത്തേക്ക് അടിമയായിട്ട് ജീവിക്കണം. പറയുന്നത് ഡാർലിംഗ്, നീ റെഡിയാണോ? പീറ്റർ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ എന്താ ആന്റിനെ സഹായിക്കുകയാണോ? നാദാക്ഷമാമിനെ അവന്റെ അടിമയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ ഇവനെ പറഞ്ഞയച്ചത്? നിന്റെ ലക്ഷ്യം എന്താ? വെറുതെ സമയം കളയാതെ കളി വേഗം തുടങ്ങി ആന്റണി. ഞാൻ എന്റെ ജീവൻ വെച്ച് കളിക്കാനും തയ്യാറാണ്. ഓക്കെ, ഐ ആം ഓൾസോ റെഡി. ഞാനും വളരെ എക്സൈറ്റഡാ. എനിക്കും അതൊന്ന് കാണണം. നീ തോറ്റ ശേഷം നിന്റെ നതാഷ മാഡത്തിന്റെ കാര്യം എന്താകും? പ്രപ്പോസൽ ഇപ്പോഴും 3 വർഷം അടിമ. ഓക്കെ, ന്യൂ ഗെയിം വിത്ത് ന്യൂ കാർഡ്സ്. നടാക്ഷമാം, നിങ്ങൾ അവന്റെ വലയിൽ ചെന്ന് ചാടരുത്. അവൻ നമ്മുടെ ശത്രുവാണ്. നടാഷ മാം, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പുതിയ കാർഡ്സ് കൊണ്ടുവന്ന് കൊടുക്ക. പീറ്റർ കളിക്കും. എനിക്ക് നിന്റെ ഈ ചലഞ്ച് വളരെ ഇഷ്ടമായി. ഇനി എനിക്കറിയേണ്ടത് നിന്റെ പവർ എത്രയാന്നാ. സോ ലെറ്റ്സ് ബിഗിൻ ദ ഗെയിം. നതാശ
നടാശമ്മയുടെ ഈ ഫ്രോഡിനെ എങ്ങനെ വിശ്വസിച്ച് കളിക്കാൻ പറഞ്ഞത്? ഇവൻ കാരണം കസിനോ പ്രേഡിനൊപ്പം നടാശ മാമിനെയും തോൽപ്പിക്കും. ഞാൻ പറയുന്നത് ഇതാ എടുത്തോ. എന്റെ ഒരു ദൗർഭാഗ്യേ, നിന്നെ പോലെയുള്ളവരുടെ കൂടെയൊക്കെ കളിക്കേണ്ട ഗതികേട് വന്നല്ലോ എനിക്ക്. നീ ഇതിനു മുമ്പ് ഇതൊക്കെ കളിച്ചിട്ടുണ്ടോ? ഇപ്പൊ 3 കാർഡ് എടുത്തു വെച്ച് ഓപ്പൺ ചെയ്യും. ഇതിപ്പോ അതിനുള്ള സമയമോ? എടാ പീറ്ററെ, നിനക്കെന്താ ഭ്രാന്താണോ? കാർഡ് നോക്കാതെ കളിക്കുകയാണോ? എന്താടാ നീ ചെയ്യുന്നേ? നിനക്കെന്താ തലയ്ക്ക് വട്ടായോ? കാർഡ് എടുത്ത് വെക്കേ. നിന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാൻ. ഭാഗ്യം പോലും വഴിമാറി നിൽക്കും മോനെ. ആന്റണി കളിക്കാൻ ഇറങ്ങിയ എല്ലാം മാറി നിൽക്കും. ഡാർലിംഗ്, ഇന്ന് നിന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി ഇവൻ ഇന്ന് ഇവന്റെ ജീവൻ എനിക്ക് തരും. കിങ് ക്യൂൻ ജാക്കിയോ? ഓ, സമ്മതിക്കണം. ഞാൻ ശരിക്കും തോറ്റുപോയോ? കളി അവസാനിച്ചിട്ടില്ല. നിനക്കെന്താ വട്ടാണോ? നിനക്കൊന്നും മനസ്സിലായില്ലേ? നിനക്ക് കളി മനസ്സിലായില്ലേ? ഗാംബ്ലിങ്ങിന്റെ റൂൾസ് അനുസരിച്ച് ചീറ്റർ വിന്നർ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ നീ എങ്ങനെ വിന്നർ ആയത്? നിനക്ക് അത്രയ്ക്ക് ധിക്കാരോ? നീ എന്നെ ചീറ്റർ എന്ന് വിളിക്കുന്നോ? എന്നെയോ? എങ്കിൽ നീ തെളിയിക്ക്. തെളിവ് എവിടാ? നീ എന്നെ ചീറ്റർ എന്ന് വിളിക്കുന്നോ? എന്നെയോ? എങ്കിൽ നീ തെളിയിക്ക്. തെളിവ് എവിടാ? നിക്ക്, ചെക്ക് ചെയ്തേ പറ്റൂ. ആരാ തടയുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ഇറ്റ്സ് ഓക്കെ. നിനക്ക് ചെക്ക് ചെയ്യണോ അല്ലേ? വാ, ചെയ്തോ. കണ്ടില്ലേ, കിട്ടിപ്പോയില്ലേ എവിഡൻസ്? എനിക്ക് ഇവന്റെ കാര്യത്തിൽ നേരത്തെ സംശയം ഉണ്ടായിരുന്നു. വലിയ മറ്റവനാന്ന് പറഞ്ഞു വന്നിട്ട് കള്ളക്കളിയും കളിച്ച് ജയിച്ചിരിക്കവൻ. ബ്ലൈൻഡ് ആയിട്ട് കളിച്ചാലും നീ ആ ചീറ്ററിനെ തോൽപ്പിച്ചു. കൂടുതൽ സംസാരിക്കാത്തതുകൊണ്ട് ഇവൻ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, എന്നിട്ട് തോറ്റുപോയി. ഏയ്, നീ കാർഡിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. എന്റെ അപ്പനാവാൻ നോക്കണ്ട. നിന്റെ അമ്മ നിനക്ക് പറഞ്ഞു തന്നില്ലേ? നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു കാര്യം നീ ഇന്ന് ചെയ്തു. ഐ ആം ഇംപ്രസ്ഡ്. ഓക്കെ, യു ഗോട്ട് മീ. ഞാൻ എന്റെ തോൽവി സമ്മതിച്ചു. അല്ല, എന്താണ് നിന്റെ പേര്? എന്താ നിന്റെ പേര്? പീറ്റർ. പീറ്റർ ഡിക്കോസ്റ്റ. ഫുൾ നെയിം. പീറ്റർ ഡിക്കോസ്റ്റ, ഫുൾ നെയിം. ഞാൻ നിന്നെ എന്നും എപ്പോഴും ഓർത്തിരിക്കും. അതെന്താണെന്നറിയോ? ഭാഗ്യം നിറം മാറുന്ന ഒന്നിനെ പോലെയാ. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളെന്തായാലും വീണ്ടും കാണും. ആ കാണുന്ന സമയത്ത് നിനക്കെന്തായാലും ഈ കളി അത്ര എളുപ്പമായിരിക്കില്ല. പീറ്റർ ഡിക്കോസ്റ്റ, ഫുൾ നെയിം. ബ്ലാക്ക് മെയിലൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി, മനസ്സിലായോ? ഏയ്, ഇവിടുന്ന് ഇറങ്ങി പോടാ. ഇനി നിന്നെ ഈ ക്യാസിൽ കണ്ടുപോകരുത്. ഇറങ്ങി പോടാ. പീറ്റർ, ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ കസീനോ പ്രൈഡ് അടച്ചുപൂട്ടേണ്ടി വന്നേനെ. താങ്ക് യു സോ മച്ച്. പിന്നെ നീ ആന്റണിയുടെ ചീറ്റിംഗ് കണ്ടുപിടിച്ചു. നീ ഇത്ര വലിയ എക്സ്പേർട്ട് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ എന്റെ കണ്ണുവെട്ടിച്ചാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറയാൻ പറ്റില്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നീ ജോബ് കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ കസീനോയ്ക്ക് ഒരു എക്സ്പേർട്ടിന്റെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് സീനിയർ സ്പോട്ടറിന്റെ പൊസിഷൻ തരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഐ എം സോറി. ഇനി എനിക്ക് നിങ്ങളുടെ കസിനോയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ പോവാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ പൈസ നിനക്കുള്ളതാണ്.
കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി എപ്പോഴെങ്കിലും നിനക്ക് കാശിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ അപ്പോൾ തന്നെ നീ എന്നെ തേടി വന്നേക്ക്. ബൈ. ഒരു ഓംലേറ്റ്. പീറ്റർ, ഞാൻ ചാര. എന്റെ പൊന്നെ, എന്ത് കളിയാന്ന് കളിച്ചത്. സത്യമായിട്ട് പറയാ, നല്ല പൊളിയായിരുന്നത്. വേറെന്തെങ്കിലും ഉണ്ടോ? അതെ, എൻ്റെ അടുത്തൊരു ഓഫറുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിട്ട് മാറാം. നമുക്ക് ഇവിടുന്ന് കാശ് വിളിക്കുകയല്ല, എൻ്റെ കുറച്ച് കാശുണ്ടെന്നേ. നമുക്ക് അവിടെ പോയി കളിച്ചിട്ട് കൈനിറയെ കാശുണ്ടാക്കണം. മുത്തെ കാടി പൊളിയാക്കാന്ന്. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. റെഡിയാണോ? എന്ത് പരിപാടി. Thank you. ഞാൻ പറയുന്നത് കേട്ടെ. ഞാൻ തനിച്ച് കളിക്കുമ്പോഴെല്ലാം തോറ്റു പോവാന്നേ. ഒരുപക്ഷെ നിന്റെ ഭാഗ്യം എനിക്കും കൂടി കിട്ടിയാലോ? എന്ത് പറയുന്നു? അതെ അതെ, ഒന്ന് നിൽക്കുന്നേ, ഒന്ന് നിൽക്കുന്നേ. സാറേ, അനിയ കഴിക്കാൻ എന്തെങ്കിലും താത്താ പ്ലീസ്, എന്തെങ്കിലും തന്നിട്ട് പോ. ഇവൻ അതേക്കാളും വലിയ കാരനാണെന്ന് തോന്നുന്നല്ലോ. ഇത് പിടിച്ചോ, വീട്ടിലേക്ക് പൊക്കോളൂ. ആ വേണ്ട, ഇവിടെ വെച്ച് തുറക്കണ്ട. വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കിയാൽ മതി. വിശക്കുന്നുണ്ടോ? അതെ, ഒന്ന് നിൽക്കണ്ടേ. താൻ കൊള്ളാലോ. ഒറ്റ സെക്കൻഡുടെ പിച്ചക്കാരിയെ കോടീശ്വരക്കി കളഞ്ഞില്ലേ. ഇത് ഞാനറിഞ്ഞെങ്കിൽ ഞാനും അല്ല അതിന് പോയിട്ട് ഇരുന്നേനെ. കാസിനോയിൽ കാശ് മഴ പോലെ വന്ന് പെയ്യുന്നില്ലേ? അതിന്ന് കുറച്ച് ഇവരുടെ മേത്ത് വന്ന് വീണാലും ഈ പാവങ്ങളുടെ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ആവില്ലേ? ആ കാര്യം നീ പറഞ്ഞത് വളരെ ശരിയാട്ടോ. ന്യൂ ഇയർ ആയിട്ട് മഴ പെയ്യുന്ന കണ്ടോ? കാശിന്റെ മഴ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാ പറയൂ. ഇത്രയും പൈസ എടുത്ത് അവർക്ക് മാത്രം കൊടുത്തു, മറ്റുള്ളവർക്ക് കൊടുത്തൂല. അതെന്താ? കാരണം അവരുടെ അക്കൗണ്ടിൽ നിന്റെ അക്കൗണ്ടിനേക്കാളും കൂടുതലുണ്ട്. യാചിക്കുന്നത് അവരുടെ തൊഴിലാ. പക്ഷെ ആ കുഞ്ഞ് അത് വിശന്നിട്ടായിരിക്കുന്നത്. അതെ, ഒന്ന് നിന്നേ. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയാ. നീ നല്ല കളിക്കാരൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാ. ഞാൻ പറഞ്ഞൊന്ന് കേക്കുന്നേ. നീ എന്നോടൊപ്പം വാ, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന്. അതെ, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാലുണ്ടല്ലോ, പിന്നെ ലൈഫ് വേറെ ലെവലിൽ പോവും. എനിക്ക് വലിയ വലിയ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. കണക്ഷൻസ് ഉണ്ടോ? പിന്നല്ലാതെ. ഇയാളെ നിനക്കറിയാവോ? എനിക്കിവനറിയാം. ഇവന്റെ പേര് ഡേവിഡ് എന്നാ. വർഷങ്ങൾക്ക് മുമ്പ് ട്രക്ക് ഓടിച്ച് നടന്നവനാ. ഇപ്പൊ സ്വന്തമായിട്ടൊരു ബാറുണ്ട് ഇവന്. അതിന്റെ തൊട്ടടുത്ത സ്ട്രീറ്റില് മറ്റൊരു ബാർ കൂടിയുണ്ട്. അവിടെ എല്ലാ ന്യൂ ഇയറിലും ഇവൻ ചൂത് കളിക്കാൻ വരും. പലരെയും തോൽപ്പിച്ച് ഒന്നുമില്ലാതാക്കി മാറ്റും. ഇതുവരെ അവനെ ആരും തോൽപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നീ പറഞ്ഞ ആൾ ഇയാൾ തന്നെയാണോ? അത് ഉറപ്പാണോ? പിന്നല്ലാതെ. കഴിഞ്ഞ വർഷം ഞാൻ അവിടെ തന്നെ പോയത് ചൂത് കളിക്കാനായിട്ട്. ചൂത് കളിച്ച് ഞാൻ തോറ്റുപോയി. എന്റെ കാറും അവൻ കൊണ്ടുപോയി. എന്റെ മൊത്തം അവൻ മേടിച്ചെടുത്തു. ഞാൻ അവിടെ നടന്നാ പോന്നത്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോ. നിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ അടിപൊളിയായിരിക്കുന്ന തോന്നുന്നേ. അതെ, നീ ശരിക്കും ആ ഡെവിളിനൊപ്പം ചൂത് കളിക്കാൻ പോവുകയാണോ? എന്താ സംശയമുണ്ടോ? ഇല്ലില്ല, എനിക്കൊരു സംശയമില്ല. പക്ഷേ നീയല്ലേ പറഞ്ഞ ഗാംബ്ലിംഗ് നിർത്തിയെന്ന്. പക്ഷെ ഇന്ന് ഞാൻ കളിക്കും, നിന്റെ കൂട്ടുകാരന് വേണ്ടി. കൂട്ടുകാരനോ? ഞാനോ? നിനക്ക് നിന്റെ കാറും കാശും ഒക്കെ തിരിച്ചു വേണോ വേണ്ടയോ? എന്ത് ചോദ്യം അത്? വേണമെന്നേ. നിനക്ക് ആവശ്യമുള്ളത് കിട്ടും, വിഷമിക്കണ്ട. ഇന്ന് താൻ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. എനിക്ക് സന്തോഷമായി. വാ വാ വാ, പോവാൻ പോവാം, വേഗം പോവാം. മഴയൊക്കെ പോയി. അതെ, ഇവിടെ അകത്താ ഡേവിഡ് ചൂത് കളിക്കുന്ന ഗോഡൗൺ. എല്ലാ വർഷവും ന്യൂ ഇയറിന് ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത് ചൂത് കളിച്ച് ജയിക്കാൻ. പക്ഷെ ജയിക്കുന്നത് ഡേവിഡ് മാത്രമാ. നിങ്ങൾ ഈ വണ്ടി കണ്ടോ? ഇതായിരുന്നു ഒരു സമയത്ത് എന്റെ വണ്ടി. ആ കള്ളറാസ്കളെ ചൂതുകളി തോപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഡേവിഡും ചീറ്ററാണല്ലേ? അങ്ങനെയൊന്നും അല്ലെന്നേ. ചീറ്ററൊന്നുമല്ല, വില്ലാളി വില്ലനവൻ. അടിപൊളി പ്ലെയർ അവൻ. അവൻ തോറ്റിട്ടേയില്ല. ഇവൻ ഒന്നെങ്കിൽ ഒരു പാവം മനുഷ്യനാണ്, അല്ലെങ്കിൽ മണ്ടനാണ്. ഡേവിഡിന്റെ കള്ളക്കളിയെ അയാളുടെ കഴിവാന്ന് വിചാരിച്ചു വെച്ചേക്കുന്നത്. എന്നാ പോയാലോ? താൻ
എങ്ങനെങ്കിലും ഈ കാർ എനിക്ക് തിരിച്ചു പിടിച്ചു തരണം. ഹലോ താരാബായ്, വന്നല്ലേ? ഇന്ന് തന്നെ ലക്ക് തന്റെ കൂടെ ഉണ്ടാവുന്ന തോന്നേ. നീ പറഞ്ഞ ശരിയാ, ഇന്ന് എന്റെ ലക്ക് കൈയോടെ കൊണ്ടുവന്നിരിക്കുക. ഒരു കാര്യം ചോദിക്കട്ടെ, ഡേവിഡ് എവിടെയാ? ഡേവിഡോ? ആ, ഡേവിഡ് അവിടെ ഉണ്ട്. ഗോട്ടി മാസ്റ്റർ കളിക്കുക. ഈ കളിയിൽ 2 ഡൈസ് ഇങ്ങനെ കറക്കി വലിച്ചെറിയും. ഏത് നമ്പറാണോ നിങ്ങൾ കാണുന്നത് അത് ബേസ് നമ്പറായി മാറും. പിന്നെ വേറെ വേറെ നമ്പറിലുള്ള കാർഡ്സ് പ്ലെയേഴ്സിന് കൊടുക്കും. അവരുടെ കാർഡിലുള്ള നമ്പർ ഡൈസിലുള്ള നമ്പറിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളിക്കാരൻ തോറ്റുപോയെന്നർത്ഥം. ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവൻ മാത്രം വിജയിക്കും. പറഞ്ഞില്ലേ, കളിയുടെ കാര്യത്തിലെ അഗ്രഗണ്യനവൻ. ദാദാ ഡേവിഡ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞാൻ അവസാനം നിന്നെ കണ്ടുപിടിച്ചു ഡേവിഡ്. നിന്റെ അവസാന നാളുകൾ എടുക്കാറായി. എല്ലാം ഞാൻ വിജയിച്ചു. ധാരാ, നീ വീണ്ടും വന്നോ? നടന്നായിരിക്കും വന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നീ വണ്ടി വെച്ച് തോറ്റുപോയതല്ലേ? വീണ്ടും തോക്കാൻ വന്നാണോ? ഇപ്രാവശ്യം ഞാനല്ല, ഇവനാ വന്നിരിക്കുന്ന ജൂത് കളിക്കാൻ. നിനക്ക് കാശെന്ന് വെച്ചാൽ ഭ്രാന്തല്ലേ? ഒട്ടും വിഷമിക്കണ്ട, ഇവന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. ഒരു ഭിക്ഷക്കാരൻ, ഒരു രാജാവ്, അവര് തമ്മിൽ കൂട്ടുകെട്ടോ. നീ എവിടുത്തെ രാജാവാടാ? ഇവന്റെ ഇവിടെ കളിക്കുക, അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളും. ഇരിക്കടാ രാജാവ്. എത്ര വെച്ചാ നീ കളിക്കാൻ പോകുന്നു? ₹500. അയ്യോ, ഇതാണോ നീ പറഞ്ഞ രാജാവിന്റെ പവർ? നിങ്ങളുടെ കയ്യിൽ 500 രൂപ മാത്രമേ ഉള്ളൂ? അതെ. കൂടുതലുണ്ടെങ്കിൽ എടുത്ത് കളിക്ക്, ഇത് തീരെ കുറഞ്ഞുപോയി. എന്നെ വിശ്വസിക്കേ. ഡേവിഡ്, 10,000 ഉണ്ട്. ഇനിയാണടാ എന്റെ കളി. അതുപോലെ എന്റെ പൈസ നിന്റെ പൈസയായിട്ട് കൂട്ടിക്കോ. ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് ജയിക്കട്ടെ. ഇത് മുഴുവനും വെച്ച് കളിക്കാൻ പോവാ. എന്തേത്? കുറച്ച് കുറച്ച് വെച്ച് കളിച്ചൂടെ? ഇത് വലിയ റിസ്ക് ആവും കേട്ടോ. റിസ്ക് എന്റെ DNA യിലുള്ളതാ. എന്നാ കാർഡ്സ് ഇട്ടേക്കാം. ഞാനിത് വേറെ രീതി സെറ്റ് ചെയ്യാൻ പോവാ. നീ തോറ്റു തൊന്നും പാടോടാ. നീ ഇത് സെറ്റ് ചെയ്ത നിന്റെ പരാജയം ഉറപ്പാണ്. ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. റൂൾസ് അനുസരിച്ച് ഈ സ്ലൈസ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് കളിക്കാം. എടുത്ത് കളിക്കേ. അതെ, ഡൈസിന് നമ്പർ 6. ആരുടെ സ്ലൈസസ് ആണ് കൂടുതൽ അവരായിരിക്കും ഈ ഗെയിമിൽ ജയിക്കുക. ധാരാ, നീ എന്തിനാടാ കമന്ററി പറയുന്നേ? അവരെ കളിക്കാൻ വിട്. എന്നാ ശരി, നീ നിന്റെ സ്ലൈസ് കാണിക്ക. നമുക്കുള്ളത് 3, അടുത്തത് 5 ആണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. കാര്യമായിട്ട് നോക്ക്. അഞ്ച് കോടിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ വിജയിക്കില്ലായിരുന്നു. അതവന് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയതല്ലേ അല്ലേ? രാജാവിനെ ഞാൻ തോൽപ്പിച്ചു. രാജാ സാറേ, കാശുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കളിക്കുന്നേ, അല്ലെങ്കിൽ ഇവിടുന്ന് പോടാ. നീ തോറ്റ പോലെ തന്നെ. നിന്നെ പുറത്തുകൊണ്ട് വിടണോ? ഡേവിഡ്, നീ അവനോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ട. ഡേവിഡ്, നീ അവനോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ട. എന്നാ വേണ്ട, ഞാൻ നിന്നോട് സംസാരിക്കടാ. കാശുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കളിക്കടാ, അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. പോടാ.
ഡാടാ മര്യാദയ്ക്ക് ഇറങ്ങി പോടാ. ഈ സ്ഥലം നിന്നെ പോലുള്ള കൊച്ചു പിള്ളേർക്കുള്ളതല്ല. എന്താടാ ഒരു ചൊറിഞ്ഞ നോട്ടം? വേഗം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞടാ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. താൻ വാ, നമുക്ക് പോവാം. അവര് തന്നെ ടീസ് ചെയ്യാണ്. നിക്ക്, എനിക്കുണ്ടായി അപമാനം സഹിച്ചു. പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഗാബിലേ, എനിക്കിപ്പോ കാശ് വേണം. ഉടനെ തിരിച്ചു വന്നേക്കാൻ ഞാൻ. നിനക്കിപ്പോ എത്ര രൂപ വേണ്ടത്? നീ പറയ, നിനക്ക് എത്ര വേണ്ടത്? 20,000? 2 ലക്ഷം. 2 ലക്ഷം? 2 ലക്ഷം. 2 ലക്ഷം? 2 lakh. അങ്ങനെ ആയിക്കോട്ടെ. നീ പറഞ്ഞ 2 ലക്ഷം തന്നെ. ഗാവിലെ പറഞ്ഞ 2 ലക്ഷം രൂപ തന്നെ. ഈ പ്രാവശ്യം ഞങ്ങൾ വിജയിച്ചിരിക്കും. ധാരാഭായ് 10-30 ആണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ 2 ലക്ഷം നിങ്ങൾ എങ്ങനെ തിരിച്ചു തരും? ഗാവിലെ, എനിക്ക് 60 ലക്ഷത്തിന്റെ വീടുണ്ട്. അത് വിറ്റിട്ട് നിനക്ക് കാശ് തന്നേക്കാം. ഇപ്പം അങ്ങോട്ട് താ. എടോ, താൻ ശരിക്കും ഒരു ഇമോഷൻ ഫുള്ളായി മാറിയിരിക്കുക. തന്നെ പോലുള്ള ആൾക്കാർ ഈ കളി എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ശരി, തരാം. പക്ഷെ 13% ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ആണോ? 13? എന്താ അത്? എന്ന് വെച്ചാ നിന്റെ ആവശ്യം 10 രൂപയാണെങ്കിൽ ഞാൻ തരുന്ന 9 ആയിരിക്കും. പക്ഷെ തിരിച്ചു വരുമ്പോ 13 വേണം. അത് ഒരാഴ്ചക്കകം. അതിൽ കൂടുതൽ സമയം എടുത്തോണ്ടല്ലോ ഇൻട്രസ്റ്റ് ഡബിൾ ആയിരിക്കും. തനിക്ക് ഓക്കെ ആണോ? അവല്ലേ, ഈ ബാറൊക്കെ ക്ലോസ് ചെയ്തിട്ട് കഴുത്തറക്കണ ക്ലബൊക്കെ തുടങ്ങിയേക്ക്. അതായിരിക്കും നല്ലത്. എന്റെ അച്ഛൻ പൈസ ചോദിച്ചാലും ഞാൻ ഇത് തന്നെ അയാളോട് പറയാൻ പോകുന്നത്. ബിസിനസ്സിൽ എല്ലാരും സമമാണ്. നിനക്ക് കാശ് വേണോ? ശരി ശരി, അതുകൊണ്ടാ സഹോദര, മൊത്തം 2 ലക്ഷം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോറ്റുപോയി. പക്ഷേ തോറ്റിട്ട് വിജയിക്കുന്നവനാണ് വില്ലാളി വില്ലേതാരാ. നിർത്ത്, കളി തുടങ്ങാൻ പറ. പിന്നെ നിന്റെ നാടകമൊക്കെ ഉണ്ടല്ലോ, അത് പുറത്ത് കളിക്ക്. ഞാൻ ഈ മുഴുവൻ കാശും വെച്ച് കളിക്കാൻ ഇറങ്ങുവാണ്. ഞാൻ ഈ മുഴുവൻ കാശും വെച്ച് കളിക്കാൻ ഇറങ്ങുവാണ്. ഇവൻ ശരിക്കും വലിയൊരു ഡീലറാണോ മരമണ്ടനാണോ? കാശ് ഒറ്റയടിക്ക് ഇറക്കിയല്ലോ. അതെ, ആർ യു ഷുവർ? ഒറ്റയടിക്ക് ഇറക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കുറച്ചായിട്ട് ഇറക്കാമല്ലോ. 50,000, 1 ലക്ഷം, അങ്ങനെ. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ ഇഷ്ടം പോലെ ചെയ്തേക്ക്. കളിയുടെ റൂൾസ് ഒക്കെ അറിയാലോ. അഥവാ ഞാൻ വിജയിച്ച നീ എനിക്ക് 2 ഇരട്ടി പൈസ തരേണ്ടി വരും. അറിയാം. എന്ന് വെച്ച് 4 ലക്ഷം ഉണ്ട് നിന്റെ കയ്യിൽ. നീ അത് കേട്ടില്ലേ? എന്റെ കൂട്ടുകാരൻ അവന്റെ വീട് വെച്ചാ കളിക്കുന്നത്. ധാര, നീ സത്യം പറ, ഇത് നിന്റെ കൂട്ടുകാരനാണോ ശത്രുവാണോ? നിന്നെ തെരുവിലൊരുക്കം പ്ലാൻ ചെയ്തോ? ധാര, നിനക്ക് പേടിയൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. പേടിച്ചവൻ അപ്പം തന്നെ ചത്തുന്നർത്ഥം. പിന്നെ എന്തിനാണ് വിറയ്ക്കുന്നേ? നീ നിന്റെ കാശ് വെക്കേ, നമുക്ക് കളി തുടങ്ങാം. എന്നാ പിന്നെ തുടങ്ങിയേക്കാം. ഡൈസ് നമ്പർ 6. 6-ൽ കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അവർ ജയിക്കും. ഇവന്റെ ആദ്യത്തെ നമ്പർ തന്നെ 6 ആണല്ലോ. ദൈവമേ, ഈ പ്രാവശ്യം 2 ലക്ഷം പോവോ?